കറുകച്ചാല് പ്രൈമറി ഹെഡ് സെന്ററിന്റെ മുമ്പിലാണ് ഞാൻ. രോഗികളെ ഇത്രയ്ക്കും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് മാത്രം പരിശോധിക്കുക. കാരണം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു രോഗി മരുന്ന് വാങ്ങാനായിട്ട് 2-2.5 മണിക്കൂറും നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പരിഹാരം കാണുക തന്നെ വേണം. ബന്ധപ്പെട്ട അധികാരികളിൽ ഇത് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം കാണുക തന്നെ വേണം. കാരണം കറുകച്ചാലിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പനിയായിട്ടും അല്ലെ മറ്റുള്ള രോഗങ്ങളായിട്ടും അവശ നിലയിൽ വരുന്ന രോഗികൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വളരെ അനായാസം സാധിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പം ഡോക്ടറെ കാണാനും സാധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മരുന്ന് വാങ്ങാനായിട്ട് അവരെ വളരെയധികം ബുദ്ധിമുട്ടുളവാക്കുന്നതാണ്. ഇതിന്റെ മാനേജ്മെന്റ് തന്നെ ശരിയല്ല. കാരണം മരുന്ന് എടുത്തു കൊടുക്കാനിരിക്കുന്ന ഒരാള് തനിക്ക് തോന്നുന്ന സമയത്ത് മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു രീതി, അതേപോലെ തന്നെ വളരെ ഒച്ചഴയുന്ന സമീപനമാണ്. രണ്ടാമത് ഒരാൾ വരുമ്പോൾ ഒരാൾ പോകും, വീണ്ടും ഒരാൾ വരുമ്പോൾ തന്നെ ഒരാൾ പോകും. അങ്ങനെ തോന്നുമ്പോൾ പോവുക വരിക ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മാറ്റം വന്നേ സാധിക്കത്തുള്ളൂ. അതായത് ഡോക്ടറെ കണ്ടു, രോഗി മരുന്ന് വാങ്ങാനായിട്ട് നിൽക്കുന്നു, 2-2.5-3 മണിക്കൂർ നിൽക്കുന്ന ഒരവസ്ഥ. എന്തൊരു മാന്യതയില്ലാത്ത ഒരു പരിപാടിയാണ് ഈ മാനേജ്മെന്റ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഒരു 2 പേര്, അതായത് സ്ത്രീക്കും പുരുഷനും ഒരു ക്യൂ ഉണ്ടെങ്കിൽ 2 പേരിയ്ക്കുമ്പം ഒരാളാണ് മരുന്ന് കൊടുക്കാനായിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം മറ്റൊരാൾ വരുമ്പം ഈ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നു, വീണ്ടും ഒരാളിൽ തന്നെ എത്തുന്നു. ഈ പാവപ്പെട്ട രോഗികൾ ഇവിടെ നിന്ന് വയർത്ത് വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവശ്യ നിലയിലുള്ള രോഗികളും അല്ലെങ്കിൽ അതേപോലുള്ള ആളുകളുമാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകത്തുള്ളൂ. ഇതുപോലെ പ്രായമുള്ള ആളുകൾ വന്ന് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഇടമാണ്. അവിടെ ഒന്നും തിരക്കുകളും എല്ലാം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ആളുകൾക്ക് വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് ഈ മരുന്ന് മേടിക്കുന്നതാണ് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ അവര് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക. ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കറുകച്ചാലിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു, ഇപ്പൊ പനിയായിട്ട് മരുന്ന് വാങ്ങാനായിട്ട് വന്നു. ഇവിടുത്തെ ആശുപത്രിയെ കുറ്റം പറയാനായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറ്റം പറയാനായിട്ടോ അല്ല. നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്തു, പെട്ടെന്ന് വേഗം തന്നെ ചീട്ടെടുക്കാൻ പറ്റുന്നുണ്ട്, കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മരുന്ന് നൽകുന്നത് ഈ പാവപ്പെട്ട മരുന്ന് മേടിക്കാൻ വരുന്ന, അതായത് പനിയൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മേലഴുകിയായിട്ടായിരിക്കുമല്ലോ പ്രായമുള്ളവരും മറ്റുള്ള ആളുകളൊക്കെ വരുന്നത്. പക്ഷെ മരുന്ന് വാങ്ങാനായിട്ട് മണിക്കൂറുകളോളം 2-2.5 മണിക്കൂറോളം ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ ആ വീഡിയോ കൂടെ ചേർക്കാം. കാരണം ഈ പ്രായമുള്ള ആളുകൾ ഇത്രയും നേരം ബുദ്ധിമുട്ടി നിന്ന് മരുന്ന് വാങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രയാസം ഉള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ അവര് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ. കാരണം ഇത് വളരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പാവപ്പെട്ട രോഗിയായിട്ട്